അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ പോകുക കേട്ടോ. കറി വെച്ചാൽ ഒരു ബീഫിൻ്റെ കറിയല്ല, ഒരു ബീഫ് ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കാൻ പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് കണ്ണ് കാണില്ല. ഇച്ചിരി ഇപ്പോഴത്തെ ആവശ്യത്തേക്ക് ഞാൻ പെട്ടെന്ന് നമ്മൾ കറിയൊന്നും ഇല്ലേനി, അപ്പോൾ ലേശം ബീഫ് ഉണ്ടായിനി ഇവിടെ. അപ്പോൾ എടുത്തിട്ട് അന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് അതൊരു ചെറിയ ഒരു പീസ് എടുത്തുകൊണ്ട് മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ രസം എന്താണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇടാൻ വെക്കണേ. ലേശം ഒരു അര സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിടാം. നല്ല ടേസ്റ്റ് ആയി കൂട്ടാം. മല്ലി ഇടാതെ അങ്ങനെ ഒന്ന് വെച്ച് വെക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇച്ചിരി ഉലുവ കറിവേപ്പില അര ഗ്ലാസ് വെള്ളം വയ്ക്കും. ഇതിൽ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ കഴുകി എടുത്തായതുകൊണ്ട് വെളുത്ത ഉള്ളി ചതച്ച് ഇട്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് ലേശം ഉലുവട്ട് നിങ്ങൾ കണ്ടില്ല. അതൊന്ന് ഇളക്കിച്ചു. അപ്പം അതാ ഞാൻ കറിക്കാടെ അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ അതാണ് കൂന്നറിഞ്ഞു കൊണ്ട് നിൽക്കുന്നത്. നമ്മളെ ബീഫ് വേവിച്ചവിടെ വെച്ചിന്. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരു സവാള ഇട്ടിന്, ഒരു 2 പച്ചമുളക്, ലേശം ഇഞ്ചി, വെളുത്തുള്ളി വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ചൂടായി വന്നിട്ടാ ഉലുവി ഇട്ടിന്. നമുക്ക് അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. തോനട്ടാ കഴിക്കും ഉലുവ. അപ്പോൾ അതൊക്കെ ഇതിലിട്ടാണ് വഴറ്റി. മീൻ വാങ്ങാനാണ് വിചാരിച്ചത്. അപ്പം മീനിനൊന്നും പോവാനാളില്ല. അപ്പം കുറച്ച് ഞാൻ എടുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളിൽ കൂടി ഒന്നാണ് കാണിച്ചാൽ നിങ്ങൾക്കും ഉണ്ടാക്കാമല്ലോ, അറിയാത്തവരുണ്ടെങ്കിൽ. അതൊന്നുണ്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടണം. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ട് മുളക് നോക്കിയിട്ട് ഇടാം. ചതച്ച് വെച്ച കുരുമുളക് ചതച്ചെടുത്താട്ടോ വേണ്ട. പിന്നതാ അറ്റൽമുളക് ലേശം ചതച്ച് വെച്ചു. ഒരിച്ചിരി ഗരം മസാല അല്ല, ഇറച്ചി മസാല അറിഞ്ഞാട്ടോ. ഗരം മസാല ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇറച്ചി മസാല ഇടുന്നു.
ഗരം മസാല ഇഷ്ടമുള്ള ഇട്ടോളി. ഇത് വേണമെങ്കിൽ ഇടാം. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇടാം. നമ്മൾ എന്താണ് മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, പിന്നെന്താ കുരുമുളക് പൊടി കറി ഇട്ടിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ച പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിൻ്റെ കുറച്ച് ഇറച്ചി മസാല. ഇത്രയാണ് ഇപ്പോൾ ഇട്ട്. ഞാനിത് ഓഫിലായിരുന്നു തോന്നുന്നു, അതാ വീണ്ടും ഇട്ട് പറഞ്ഞത്. ഓണിലാണ് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അങ്ങനെ ഇട്ടത്. അപ്പം നമുക്ക് ഇനി ഇത് കുറച്ച് ഒന്ന് നല്ലപോലെ മുരിഞ്ഞ് വരണം കേട്ടോ. വാടിയതെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സവോളയും ഇതൊക്കെ ഇതിക്കിടുക. ഒരു നേരത്തേക്ക് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ത് മതിയാവും. നല്ല എരിവും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല എരിവിലുണ്ടാക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. മല്ലിപ്പൊടി ഇടാതെ ഇതുപോലെ ഒന്ന് വെറും മുളകും മഞ്ഞളും കുരുമുളകും ഇതൊക്കെ ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കുന്നു. നല്ല ടേസ്റ്റാണ്. നമുക്ക് എത്ര തിന്നാലും മതിയാവും. എത്ര ടേസ്റ്റ് ആയിരിക്കും. തീയിലേക്കും കുറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കണം. നമുക്ക് കുറച്ചൊന്ന് ഇച്ചിരി കൂടി വെളിച്ചെണ്ണ വെച്ചു. വെളിച്ചെണ്ണ നമുക്ക് തോനെ എടുക്കാമല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ നല്ലപോലെ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ച് കോരിയാലും മതി. നമ്മളിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഒന്നിട്ട് ഉണക്കിയിട്ടാൽ നല്ലപോലെ ഉണങ്ങും വേണ്ട. ആ രീതിക്ക് നമ്മളൊരു കാര്യം നോക്കിയില്ല, ഉപ്പ് നോക്കിയില്ല. ഉപ്പ് കുറവാണ്. വേവിച്ചപ്പെട്ട ഉപ്പേ ഉള്ളൂ. ഇനി റെഡിയായി വന്നിട്ടാ കണ്ട. ഞാനൊരു പ്ലേറ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു നേരത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കിയത്. ഇതാ ഇങ്ങനെ ആയാൽ മതി. എന്താ അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഒന്നും ഉണ്ടാക്കി വെക്കോ. നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുക. നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യാൻ കേട്ടോ. നമുക്കറിയാലോ, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും.